അക്കൗണ്ടിംഗ് ബേസിക്സിൻ്റെ 4ാം ഭാഗത്തിലേക്ക് സ്വാഗതം. അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തെല്ലാമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ലക്ഷ്യങ്ങൾ: മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, calculation of profit or loss, depiction of financial position, making information available to various users, elimination of errors and frauds. Maintenance of records of business. The main purpose of accounting is to record business transactions of financial nature and enter into them appropriate book of accounts. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ നേച്ചറിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസിനെ പ്രോപ്പറായി റെക്കോർഡ് ചെയ്യുക, അതിനുശേഷം അതിനെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ അപ്രോപ്രിയേറ്റായി എൻ്റർ ചെയ്യുക എന്നതാണ്. ഇൻ സിംപ്ലി ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അതാണ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് അക്കൗണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ബിസിനസ്സിൽ ഡെയിലി ട്രാൻസാക്ഷൻസ് നടക്കാറുണ്ട്, മന്ത്ലി ട്രാൻസാക്ഷൻസ് നടക്കാറുണ്ട്, ഇയർലി ട്രാൻസാക്ഷൻസും നടക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ഹ്യൂമൻ മെമ്മറിയിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും പ്രോപ്പറായി ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം പ്രോപ്പറായി റെക്കോർഡ് ചെയ്യാൻ കഴിയും. The second objective of accounting is calculation of profit or loss. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കമ്പനിയുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ആക്യുറേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടി സഹായിക്കുകയും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കമ്പനിയുടെ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും. The third important objective of accounting is depiction of financial position. അതായത് അക്കൗണ്ടിങ്ങിലെ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ ഫൈൻഡ് ചെയ്യുന്നത്. ഈ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കമ്പനിയുടെ അസറ്റും ലയബിലിറ്റീസുമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് ആക്യുറേറ്റ് ആയിട്ട് അറിയാൻ സാധിക്കും. ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് മേക്കിംഗ് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് യൂസേഴ്സ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വേരിയസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ടാവും. ക്രെഡിറ്റേഴ്സ് ഉണ്ടാവാം, ഡെപ്റ്റേഴ്സ് ഉണ്ടാവാം, ബാങ്ക് ഉണ്ടാവാം, ഗവൺമെൻറ് ഉണ്ടാവാം, എംപ്ലോയീസ് ഉണ്ടാവാം, അതുപോലുള്ള ഒരുപാട് യൂസേഴ്സ് ഉണ്ടാകാം. ഈ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സിലൂടെ വേരിയസ് യൂസേഴ്സിന് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനും പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനും സാധിക്കും. എലിമിനേഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. അതായത് പ്രോപ്പറായിട്ടുള്ള റെക്കോർഡിങ്ങിലൂടെ നമുക്ക് ഒരു പരിധിവരെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബിസിനസ്സിൽ സംഭവിക്കുന്ന എറേഴ്സും ഫ്രോഡ്സും എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആണ്. ഈ ടോപ്പിക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.